ഓ, വല്ലാത്തൊരവസ്ഥയാണല്ലോ എൻ്റേത്. എത്ര നല്ല അക്കൗണ്ട് ഉണ്ടായിരുന്ന ഞാനാ. ഇപ്പതേ എനിക്ക് ഈ ഒരു നൂബ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. എന്നാലും എൻ്റെ നല്ലൊരു അക്കൗണ്ട് അല്ലേ അവൻ തട്ടിക്കൊണ്ടുപോയേ. എന്തെളുപ്പത്തിൽ അവൻ എൻ്റെ അക്കൗണ്ട് തട്ടിക്കൊണ്ടുപോയേ. ആഹാ, ദേ എൻ്റെ അക്കൗണ്ട് ഓൺലൈനിൽ ഉണ്ടല്ലോ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. എടാ, നിനക്ക് ഇതെവിടുന്ന അക്കൗണ്ട് കിട്ടിയത്? ഇതെൻ്റെ അക്കൗണ്ടാ. ഞാൻ കുറേ കാലം കളിച്ചുണ്ടാക്കിയ അക്കൗണ്ടാ. അങ്ങനെ പെട്ടെന്നൊന്നും നീ തട്ടിയെടുക്കാമെന്ന് വിചാരിക്കണ്ട. അയ്യോ ചേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടൻ എന്തോ ഈ പറയുന്നേ? ചേട്ടാ, ഇതെന്റെ പുതിയ അക്കൗണ്ടാ ചേട്ടാ. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ. എടാ കൊച്ചിറക്ക, നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. നീ അവന്മാരുടെ ടീമിലുള്ളതല്ലേ? എടാ, മര്യാദയ്ക്ക് എൻ്റെ അക്കൗണ്ട് തിരിച്ചതാ. ഞാൻ ഇന്നലെ നല്ലോണം ഉറങ്ങിയത് പോലും ഇല്ല. ഞാൻ ഇന്നലെ എത്ര കരഞ്ഞെന്നറിയുവോ? ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, എനിക്കൊന്നും അറിയില്ല. ഞാനിത് 6000 രൂപ കൊടുത്ത് വാങ്ങിയതാ. എടാ, എന്നാലും എൻ്റെ അക്കൗണ്ട് എങ്ങനെയാടാ നിന്റെ കയ്യിൽ എത്തിപ്പെട്ടെ? നീ ഇത് ആരുടെ അടുത്തുനിന്നാ വാങ്ങിയേ? അവന്മാരുടെ പ്രൂഫോ നമ്പറോ എന്തെങ്കിലും ഉണ്ടോ നിന്റെ അടുത്ത്? ചേട്ടാ, എനിക്ക് അവന്മാരാരാന്നൊന്നും അറിയില്ല. പക്ഷെ എന്റെ പഴയ അക്കൗണ്ടിൽ പണ്ട് കളിക്കുന്ന അവന്മാരാ. അവന്മാരെന്റെ ആ ഒരു അക്കൗണ്ടിൽ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട് ചേട്ടാ. ചേട്ടാ, പിന്നെ അവരുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ എൻ്റെ ഉണ്ട് ചേട്ടാ. അവർക്ക് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി അവർ ആ നമ്പരൊക്കെ എൻ്റെ തന്നായിരുന്നു. അതിലേക്കാ ഞാൻ പൈസ അയച്ചു കൊടുത്തേ. ഞാൻ സത്യമായിട്ട് പറഞ്ഞ ചേട്ടാ, ഞാൻ ശരിക്കും പൈസ കൊടുത്ത് വാങ്ങിയ അക്കൗണ്ടായത്. ഞാൻ വേണമെങ്കിൽ അതിന്റെ പ്രൂഫൊക്കെ അയച്ചു തരാൻ ചേട്ടന്. പ്രൂഫൊന്നും കിട്ടിയിട്ട് കാര്യമില്ലടാ. നമ്പർ കിട്ടിയില്ലേ? അത് വെച്ച് എങ്ങനെയും പൊക്കാൻ പറ്റുമോ നോക്കണം. എടാ, പിന്നെ എന്തോ സത്യം പറഞ്ഞ നീ എങ്ങനെ അക്കൗണ്ട് അവരോട് ചോദിച്ചാണോ? എന്തോ ഉണ്ടായെന്നൊന്ന് പറഞ്ഞേ നീ. ആ ഓക്കെ ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരുത്തൻ അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞെന്ന്? എടാ, ഇവനാടാ, ഈ നൂബിനാടാ അക്കൗണ്ട് വേണ്ടത്. എടാ, ഈ നൂബിന്റെയിലൊക്കെ പൈസയുണ്ടോ? ഇവൻ വെറുതെ പറഞ്ഞായിരിക്കോടാ. അയ്യോ ചേട്ടാ, എൻ്റെ പൈസയൊക്കെ ഉണ്ട്. ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കുവോ നല്ലൊരു അക്കൗണ്ട് വാങ്ങണമെന്ന്. ഇതുവരെ ആയിട്ടും പറ്റിയിട്ടില്ല. അങ്ങനെ ഈ ചേട്ടനോട് ഞാൻ പറഞ്ഞേ ഒരു അക്കൗണ്ട് വേണമെന്ന്. എടാ, ഇവൻ പറയുന്നതല്ല ശരിയാണോ? ഇവന്റെ പൈസയൊക്കെ ഉണ്ടാവോ? അതേടാ, നീ പേടിക്കണ്ട. ഇവൻ നല്ല റിച്ച് ടീമാ. അക്കൗണ്ട് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. എടാ, ഇവൻ കുറെ നാളായിട്ട് ചോദിക്കുക അക്കൗണ്ട് ഉണ്ടോന്നൊക്കെ. ആണോ? എടാ നൂബേ, അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാക്ക് ടീഷർട്ടുള്ള അക്കൗണ്ട് സെയിലിനിട്ടേക്കുവാ. നിനക്ക് വേണോ? ചേട്ടാ, ഈ ബ്ലാക്ക് ടീഷർട്ടുള്ള അക്കൗണ്ട് ആണോ? അതിലാണോ ചേട്ടൻ ഇപ്പൊ നിക്കുന്നേ? അല്ലടാ, ബ്ലാക്ക് ടീഷർട്ട് ഉള്ള അക്കൗണ്ട് ഞാനാ. എടാ, ഈ അക്കൗണ്ട് സെയിലിനിട്ടേക്കുക. എനിക്കൊന്ന് ലോഗിൻ ചെയ്യാൻ തന്നേ ഉള്ളൂ. നിനക്ക് ഈ അക്കൗണ്ട് വേണോ? ആ, എനിക്ക് വേണം ചേട്ടാ. പക്ഷെ ഈ അക്കൗണ്ടിൽ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടോ? നല്ല കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാം. പിന്നെ ഈ അക്കൗണ്ടിന്റെ റേറ്റ് എത്രയാ? പിന്നെ അല്ലാതെ. എടാ, അടിപൊളി കളക്ഷനുള്ള അക്കൗണ്ടായത്. നീ എന്ത് ചോദ്യാ ചോദിക്കുന്നേ? നിനക്ക് ഈ അക്കൗണ്ട് വേണോ? വേണമെങ്കിൽ ഒരു 6000 രൂപ തന്നാ മതി. ആഹാ, 6000 രൂപയുള്ളോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ അക്കൗണ്ട് വേണം ചേട്ടാ. എങ്ങനെയാ അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ? എങ്ങനെയാ അക്കൗണ്ട് തരുന്നേ? എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല ചേട്ടാ. എടാ, അതൊക്കെ അവിടെ നിക്കട്ടെ. അക്കൗണ്ടൊക്കെ തരാം. അതിനു മുമ്പ് നിനക്ക് എവിടുന്ന ഈ പൈസ എന്നൊന്ന് പറയണം. ചെറിയൊരു വെരിഫിക്കേഷനാ. നിങ്ങളുടെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ലാസ്റ്റ് പണി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാ. നീ കൊച്ചിറക്കനല്ലേ? നിനക്ക് എവിടുന്ന ഈ പൈസയൊക്കെ? ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആളൊന്നും അല്ല ഞാൻ. ഞാൻ വീട്ടുകാരോട് ചോദിച്ചിട്ട് തന്നെയാ പൈസ വാങ്ങിയേ. അവരാ എനിക്ക് ഈ പൈസയൊക്കെ തരുന്നേ. ഞാൻ ഈ ഫ്രീ ഫയർ കളി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ഇതെന്റെ ഒരു കസിൻ ചേട്ടന്റെ അക്കൗണ്ടാ. ആ ചേട്ടന്റെ പഴയ അക്കൗണ്ട് ആണെന്നാ പറഞ്ഞേ. ഈ അക്കൗണ്ടിലാണെങ്കിൽ വലിയ കളക്ഷൻ ഒന്നും ഇല്ല ചേട്ടാ. ആ ചേട്ടനാ എന്നോട് പറഞ്ഞേ നല്ലൊരു അക്കൗണ്ട് വാങ്ങിക്കാൻ. അത് ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞു. അവര് തന്ന പൈസയാ ചേട്ടാ എന്റെ ഇപ്പൊ ഇരിക്കുന്നേ. അല്ലാതെ എനിക്ക് എവിടുന്നാ പൈസ? അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ട് അക്കൗണ്ട് വാങ്ങിക്കുന്നേ. എന്റെ മോനെ, ഇവൻ വലിയ റിച്ച് ആണെന്നാ തോന്നുന്നേ. എടാ, 6000 അല്ല കേട്ടോ, ഒരു 8,000 തരുവോ നീ? അതെന്തുവാ ചേട്ടാ, നിങ്ങൾ ആദ്യമേ 6000 അല്ലേ പറഞ്ഞേ? ഇപ്പൊ എങ്ങനെ 8000 ആയേ? ആടെ കുഴപ്പമില്ല, 6000 6000 അത് മതി. ആ ഓക്കെ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ കയ്യില് ഈ അക്കൗണ്ട് അല്ലാതെ വേറെ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? എടാ, ഇത് മാത്രമല്ല, വേറെ കുറെ അക്കൗണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ സെയിലിനില്ല. അതിൽ ചില അക്കൗണ്ട് ഒക്കെ കുറച്ച് സീനൊക്കെ ആയിട്ട് ഇരിക്കുവാടാ. അതുകൊണ്ടാ. ഈ അക്കൗണ്ട് എന്തായാലും ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ എടുത്തോ. സീനായിട്ടിരിക്കുന്നോ?
ആ എന്തേലും ആട്ടെ ചേട്ടാ, ഈ അക്കൗണ്ട് എനിക്ക് വേണം കേട്ടോ. ഈ അക്കൗണ്ട് എപ്പോഴാ തരുന്നേ? എടാ ഇന്ന് വൈകിട്ട് തന്നെ അങ്ങ് തന്നേക്കാം. നീ ഇന്ന് വൈകിട്ട് ഓൺലൈനിൽ കാണത്തില്ലേ? ആ വൈകിട്ട് മതി ചേട്ടാ, അതാ എനിക്ക് സൗകര്യം. വൈകിട്ട് ഞാൻ ഓൺലൈനിൽ കാണും, അപ്പൊ എനിക്ക് അക്കൗണ്ട് തന്നാ മതി. ആടാ ഓക്കേടാ, വൈകിട്ട് തരാം. ചേട്ടാ അന്നിതാ സംഭവിച്ചത്. എന്നിട്ട് വൈകുന്നേരം തന്നെ അക്കൗണ്ട് ഞാൻ വാങ്ങി. ഞാൻ അവന്മാർക്ക് പൈസയും കൊടുത്തു. പൈസ കൊടുത്തു കഴിഞ്ഞിട്ടാ എനിക്ക് ഐഡിയും പാസ്വേഡും അവന്മാർ അയച്ചു തന്നെ. എടാ ഇത് എൻ്റെ അക്കൗണ്ട് തന്നെയാ. ഞാൻ ഇത്രയും കളിച്ച് ഈ അക്കൗണ്ട് ഈ നിലയിൽ എത്തിച്ചേ. ഞാൻ കുറേ വർഷമായിട്ട് കളിക്കുന്ന അക്കൗണ്ടാടാ ഇത്. എന്നാലും ഒരൊറ്റ ദിവസം കൊണ്ടാ ഇവന്മാർ ഈ അക്കൗണ്ട് സ്കാം ചെയ്ത് കൊണ്ടുപോയത്. ചേട്ടാ ചേട്ടന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ ഈ അക്കൗണ്ട് പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. ചേട്ടാ അവന്മാരൊക്കെ ഓൺലൈനിൽ ഉണ്ട്, ഞാൻ അവന്മാരെ വിളിക്കട്ടെ? ഓൺലൈനിൽ ഉണ്ടെന്നോ? എന്നാ പിന്നെ അവന്മാരെ പെട്ടെന്ന് വിളിച്ചേടാ, നീ പെട്ടെന്ന് വിളിക്ക്. അയ്യോ ചേട്ടാ, ഒരാൾ ഓഫ്ലൈനായി. അക്കൗണ്ട് തന്നവൻ ഓൺലൈനും ഉണ്ട്, ഞാൻ അവനെ വിളിക്കാം. എടാ നീ അല്ലേടാ എൻ്റെ അക്കൗണ്ട് തൂക്കിക്കൊണ്ട് പോയത്. എന്നിട്ട് ഈ പാവം ചെക്കന് മറിച്ചു വിറ്റേക്കുന്നു. എന്നാലും നീയൊക്കെ എന്ത് ചെറ്റയാടാ. ഞാൻ ഇത്രയും കാലം കളിച്ചുണ്ടാക്കിയ അക്കൗണ്ട് സ്കാം ചെയ്തുകൊണ്ട് പോയിട്ട് മറിച്ചു വിറ്റേക്കുന്നു. അതേടാ, നിനക്കെന്താ അതിന്? ഞാൻ അക്കൗണ്ട് സ്കാം ചെയ്യും, എന്നിട്ട് മറിച്ചു വിൽക്കും. നിനക്കെന്താ? ഇത് ഞങ്ങളുടെ സ്ഥിരം ബിസിനസ് ആടാ. നിനക്കെന്ത് വേണം? ഞാൻ ഇനി സ്കാം ചെയ്യും. എടാ എന്നാലും നീ ഇങ്ങനെ പന്ന പരിപാടി കാണിച്ചിട്ടാണോ പൈസ ഉണ്ടാക്കുന്നേ? നിനക്ക് എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിക്കൂടെ? ബാക്കിയുള്ളവൻ്റെ അക്കൗണ്ട് സ്കാം ചെയ്തിട്ടല്ലേ അവൻ്റെ ബിസിനസ്. എടാ ഞാൻ എന്തും വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ അക്കൗണ്ട് ആണെന്ന് അറിയുമോ? എടാ എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല. ഞാൻ അതൊന്നും നോക്കാറേ ഇല്ല. ഞാൻ ഇനി അക്കൗണ്ട് സ്കാം ചെയ്യും. നിനക്കെന്ത് വേണം? എടാ നീ കുഞ്ഞ് കളിക്കാതെ മര്യാദയ്ക്ക് അക്കൗണ്ട് തിരിച്ചാടാ. ഇവൻ്റെ പൈസയും തിരിച്ചു കൊടുക്ക് നീ. ഒന്ന് പോയേടാ നൂബേ. നീ ഏതാടാ? ഇവന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കത്തില്ല, നിന്റെ അക്കൗണ്ട് ഞാൻ തിരിച്ചു തരത്തില്ല. നീ ഏതാ? എടാ നീ എന്നെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ആരെയും പേടിയില്ല. ഇതൊക്കെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാ. ആഹാ അങ്ങനെയാണോ? എടാ നീ ആണായിട്ട് ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ എൻ്റെ കൂടെ 1v1 കളിച്ച് ജയിക്കടാ. ഞാൻ ജയിക്കുവാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് എനിക്ക് തരണം. ആ ഓക്കേടാ. നീ എന്താടാ വെല്ലുവിളിയാണോ? എന്നാ നമുക്ക് നോക്കാടാ. എടാ എങ്ങനെയുണ്ടായിരുന്നു? നീ തോറ്റില്ലേ? ഇനി എൻ്റെ അക്കൗണ്ട് തിരിച്ചാളാ മര്യാദയ്ക്ക്. ഒന്ന് പോയേടാ നൂബേ. ഒരു കളി ജയിച്ചെന്ന് പറഞ്ഞിട്ട് നിന്റെ അക്കൗണ്ട് തിരിച്ചു തരണോ? എടാ നീ എന്തോ പരിപാടിയാളാ കാണിക്കുന്നത്? എൻ്റെ അക്കൗണ്ട് മര്യാദയ്ക്ക് താടാ. അത് ശരി, കിക്ക് ചെയ്ത് വിട്ടോ. അവൻ എന്ത് ചെറ്റയാ, എന്തോ പരിപാടിയാ കാണിക്കുന്നത്. വെല്ലുവിളിച്ചിട്ട് പോലും അക്കൗണ്ട് തിരിച്ചു തരുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ അക്കൗണ്ട് തിരിച്ചെടുക്കണം.